സ്വലാത്ത് മുഴുവനും ഇട്ടേച്ച് പോകേണ്ടി വരും. ഒന്ന് സ്വാലിഹായ അമലാണ്, അവൻ ചെയ്തിട്ടുള്ള സ്വാലിഹായ അമലാണ്, അത് അവന് കൂടെ കൊണ്ടുപോകാം. മയ്യിത്തിനെ പലരും പിന്തുടരും, മയ്യിത്തിന്റെ മാര് പിന്തുടരും മയ്യിത്തിനെ. മയ്യിത്തിനെ പിന്തുടരും എന്ത്? അമലുഹു വമാലുഹു വഅഹ്ലുഹു ഫയർജിഉ ഇത്നാനി വയബ്ഖാ ഇൻദഹു വാഹിദ്. രണ്ടാൾ തിരിച്ചു പോരും, ഒരാൾ അയാളെ കൂടെ തന്നെ ഉണ്ടാവും. മയ്യിത്ത് സലാസുൻ, മൂന്ന് കാര്യം മയ്യിത്തിനെ തുടർന്നു കൊണ്ടേ പോവും. അവന്റെ കൂടെ ഒന്ന് ശേഷിക്കും. രണ്ടെണ്ണം തിരിച്ചു പോരും. അവന്റെ സമ്പത്തും കുടുംബവും തിരിച്ചു പോരും. അവന്റെ അമൽ മാത്രം അവന്റെ കൂടെ ബാക്കിയാവും. അപ്പൊ നമ്മൾ രാവും പകരം കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി, ഇത് ഖബറിനടുത്ത് തിരിച്ചു പോകും. എന്ത് ബാക്കിയാവും? അമൽ. ആത്മാവ് എന്നത് നാം വിചാരിക്കുന്ന ഒരു പദാർത്ഥമല്ല, അത് അനിർവചനീയമാണ്. അതിന് കേട് സംഭവിച്ചാൽ കേവലം പദാർത്ഥം കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ കഴിയുകയും ഇല്ല. ഞാനിവിടെ ദാഫിഉൽ ബലാ എന്ന കഴിഞ്ഞ ആഴ്ച വ്യാഖ്യാനിച്ചതിന്റെ രണ്ടാം വ്യാഖ്യാനം പറയാം. ഇതിന് രണ്ടാമത്തെ വ്യാഖ്യാനം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദാഫിഉൽ ബലാഇന് ഞാനൊരു അർത്ഥം പറഞ്ഞിട്ട് രണ്ടാമതൊരു അർത്ഥമുണ്ട്, അത് പിന്നെ പറയാം എന്ന് പറഞ്ഞു. അതാണ് ഇപ്പം പറയും. ബലാ വരുന്നത് തടയുന്ന ആൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബലാ വരുന്നത് തടയും, ബലാ അതിനെ ബാധിക്കൂല. ഈ ബലാ രണ്ട് നിരക്കും ബലായിൽ വരും. ഒന്ന് സോളിൽ വരും, ഒന്ന് പിണ്ടത്തിൽ വരും, പദാർത്ഥമാകുന്ന ശരീരത്തിൽ വരും. ശരീരത്തിൽ ബലാ വന്നാൽ, ശരീരത്തിൽ ബലാ വന്നാൽ ശാരീരികമായ മറ്റു മൂലകങ്ങൾ കൊണ്ട്, ശരീരത്തിന്റെ ഭാഗമാക്കാവുന്ന മൂലകങ്ങൾ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ കഴിയും. ഡോക്ടർമാരെ പോലെ അവരെന്താ ചെയ്യുന്നത്? ഡോക്ടർമാർക്ക് എന്താ ചെയ്യുന്നത്? ഡോക്ടർമാർ ചെയ്യുന്നത് ഈ ഒരു കർമ്മമാണ്. ചില മൂലകങ്ങൾ, പുതിയതായ മൂലകങ്ങൾ ചേർന്ന് ശരീരത്തിന് കേടുവരുമ്പോൾ വേറെ ചില മൂലകങ്ങളെയും കടത്തി കൂട്ടിയിട്ട് അതിനെ ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിക്കാൻ ആത്മാവിനെ പറ്റൂല. ഒന്ന്, ആത്മാവ് നാം അറിഞ്ഞിടത്തോളം അത് ഏകകമാണ്. ഏകത്തിൽ നിന്ന് മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ, ഒരിക്കലും കഴിയും. മറ്റേത് മുറക്കബാണ്, അത് മുത്തറക്കിബാണ്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗററക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഏതൊരു ഘടനയിലാണ് നിന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്? രൂപം എന്ന് പറഞ്ഞ സാധനം ഘടനയുടെ മുകളിൽ വരുന്നതാണ്. ഘടന ഇല്ലാത്തതിന് രൂപം കാണിക്കാൻ കഴിയില്ല. അവിടെയാണ് സൂറത്ത് എന്ന് പറഞ്ഞത്. അവരുദ്ദേശിക്കുന്ന എന്തൊരു തരത്തിലാണ് നിന്നെ ഘടിപ്പിച്ചിട്ടുള്ളത്? റക്കബക്ക്, നിന്നെ ഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴൊരു പ്രശ്നം എന്താണ്? അങ്ങനെ വരുമ്പോഴൊരു പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ് ആത്മാവിനെ ശുദ്ധീകരിക്കൽ. ആത്മാവിനെ ശുദ്ധീകരിക്കാവുന്ന ഒരു മൂലകവും ഇല്ല, ഒന്നിനും കഴിയില്ല. ഇവിടെ ദാഫിഉൽ ബലാഇനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച അർത്ഥമല്ല ഈ പറയുന്നത്. ദാഫിഉൽ ബലാഇ എന്നുള്ളത് ബലാഉൽ ജസദ് ആണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഒരു ഫളലാണ്. എന്തുകൊണ്ട്? അതൊരു ഫളലാണ്. നബി അല്ലാത്ത ആളും അതിനെ ശുദ്ധീകരിക്കുന്നവരുണ്ട്. അപ്പോൾ നബി ഉണ്ടാകൽ ഒരു ഫളലാണ്. ദാഫിഉൽ ബലാഇ എന്നാൽ ബലാഇനെ തട്ടുന്ന ആൾ. ബലാഇ രണ്ടിനും വരും, ജസദിനും വരും, റൂഹിനും വരും. ജസദിന് ബലാ വരുമ്പോൾ ബലാഇനെ തടയുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ മുഹമ്മദ് നബി ഒരു ഫളല. ചോറിൽ പപ്പടം ഒരു ഫളല, കറിയും ഫളല. പക്ഷെ ചോറിൽ ചോറ് ഫളലല്ല. ചോറ് എന്നത് ചോറിന്റെ ദാത്താണ്, വിദൂരമായ ഒരർത്ഥത്തിൽ. ഞാൻ അതിൻ്റെ അപ്പുറത്ത് വേറെ അർത്ഥം വെച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടാം, പക്ഷെ അതല്ല. ഒരു വിദൂരമായ അർത്ഥത്തിൽ മുഹമ്മദിയത്തിന് തെറ്റിപ്പോയ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ദാഫിഉൽ ബലാ ആയിട്ടുണ്ട്. ജസദിന് അത് പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ജസദിന് വരുന്ന ബലാഇനെ എടുത്തു കളയുക എന്നുള്ളത് അതിൻ്റെ ഒരർത്ഥത്തിൽ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ അർത്ഥം ഉണ്ടാവും. അത് ഉണ്ടായിട്ട് ദോഷെതിർക്കുകൾ കേൾക്കുക എന്നത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞു. ഇത് വല്ലാത്ത വിശാലമായ അർത്ഥത്തിലേക്ക് പോയിട്ട് കൂട്ടാം, പക്ഷെ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം,
ഒരു സാധാരണ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ശരീരത്തിന് വരുന്ന ബലാഇനെ തടയാൻ അയാൾ മുഹമ്മദിയത്തിൽ മുൻഗമിസാണ്, മുങ്ങിയ ആളാണ് എന്നൊന്നുമില്ല, അങ്ങനെ ആയിക്കോളൊന്നൊന്നുമില്ല. അല്ലാതെയും ഒരാൾക്ക് ബലാഇനെ തടയാൻ കഴിയും, പലർക്കും കഴിയും. ശാസ്ത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമാണ് അലോപ്പതി. എന്നാൽ അലോപ്പതിക്കും ചിലപ്പോൾ ദാഫിഉൽ ബലാഇനെ തടയാൻ കഴിഞ്ഞേക്കും. യുനാനിക്ക് കഴിഞ്ഞേക്കും, ആയുർവേദത്തിന് കഴിയും, ഹോമിയോപ്പതിക്ക് കഴിയും, ഒക്കെ ബലാഇനെ തടയാൻ കഴിയും. വന്ന ബലാഇനെ തടഞ്ഞ് ഒഴിവാക്കുക. ഇനി ബലാ വരാതെയും സൂക്ഷിക്കുക, അതിനും കഴിയും. ചില പ്രത്യേകമായ ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് രോഗം വരില്ല. ചില പ്രത്യേക ഔഷധങ്ങൾ ഉപയോഗിച്ച രോഗം വരില്ല. ജാലിനോസ് എന്നൊരാളുണ്ടായി. ജാലിനോസിന് രോഗമുണ്ടായിരുന്നില്ല. ജാലിനോസ് സുലൈമാൻ നബിയെ തേടിപ്പോയ ഒരു സംഘത്തിൽ ജാലിനോസും ഉണ്ടായിരുന്നു. കപ്പലിൽ വെച്ച് ജാലിനോസിന് രോഗം വന്നതായി താരീഖിൽ ഒരിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പലിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി ജാലിനോസ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ഔഷധമുണ്ട്, ആ ഔഷധം ഞാൻ എല്ലാ രാവിലെയും കുടിക്കും. ആ ഔഷധം കുടിച്ച ഒരാൾക്ക് രോഗം വരില്ല. ഞാൻ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ ഔഷധമാണ്. ആ ഔഷധം ഞാൻ കുടിച്ചേ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് രോഗമില്ല. അപ്പോൾ കപ്പലിലുള്ളവർ ചോദിച്ചു, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് രോഗം വന്നു? അപ്പോൾ പറഞ്ഞു, ഇത് രോഗമല്ല, ഇത് മരണമാണ്, എന്ന് ഞാൻ മരിക്കും. എന്തുകൊണ്ട്? ഈ ഔഷധം കുടിക്കുന്ന ആൾക്ക് രോഗം വരാൻ പാടില്ല, വന്നാൽ അത് അയാളുടെ മരണം. എന്തുകൊണ്ട്? മരണം തന്നെയാണ്. മരണത്തെ തടയാൻ ഔഷധത്തിന് കഴിയില്ല, അനാരോഗ്യത്തെ തടയാനേ കഴിയുള്ളൂ. ഇതെന്തിനാ തെളിവായി പറഞ്ഞ്? ദാഫിഉൽ ബലാ ആകാൻ എന്നുള്ളത് വന്ന ബലാഇനെ തടയൽ മാത്രമല്ല, പ്രതിരോധിക്കുക. വരാതിരിക്കാൻ പോലും എന്തിനു കഴിയും? ചില മൂലകങ്ങൾക്ക് കഴിയും. അവിടെ മുഹമ്മദ് മുസ്തഫ ദാഫിഉൽ ബലാ അയാൽ ഫദ്ല, വലിയ ഭാഗ്യം, അത്രേ ഉള്ളൂ, നിർബന്ധമല്ല. അതേ സമയത്ത് ബലാ റൂഹാകുമ്പോൾ ഉജൂബ മുഹമ്മദിയത്ത്. കാരണം അത് ഏകകത്തിൽ നിന്നേ ശുദ്ധീകരിക്കും. ഏകത്വത്തിന്റെ ശുദ്ധീകരണമേ ഏകകമിൽ പ്രവേശിക്കും. ഏകമായ ഏകകത്തിൽ പ്രവേശിക്കുന്നത് മുഹമ്മദിയത്ത് മാത്രമാണ്. ഏകത്തിന്റെ ഏകം മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫ ഏകത്തിന്റെ ഏകത്തിൽ നിന്ന് വന്ന ഏക. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അല്ലാഹുവിന്റെ റിളുവാനെ ബന്ധപ്പെട്ട ഒരൊറ്റ ഏകകം ലോകത്തുള്ളത് മുഹമ്മദ് മുസ്തഫ. ഒരു ബാബേ ഉള്ളൂ. അള്ളാഹുവിൽ നിന്ന് അവന്റെ തഅദിയത്ത്, അവന്റെ നസ്റത്ത് റഹ്മ, അവനിൽ നിന്ന് രണ്ടുണ്ടാവില്ല, ഒന്നാണ് അവന്റെ എല്ലാം. അവൻ ഒന്നാണ്. ഫിദാത്തിഹി വസിഫാത്തിഹി വഫഅലിഹി, അവൻ വാഹിദ, അവൻ അഹദാണ്. ഹുവല്ലാഹു അഹദ്, ഫിദാത്തിഹി വസിഫാത്തിഹി വഫഅലിഹി, എല്ലാം ഒന്ന്. ആ ഒന്നിൽ നിന്ന് റഹ്മത്ത് തഅദിയത്ത് വിട്ടുകിടക്കുന്ന ഒന്ന് മുഹമ്മദാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖിലെ ഒരു വഹ്ദത്താണ്. അതിന് മിസാലില്ല, നളീറില്ല, അതിന് തുല്യതയില്ല, അതിന് പകരം ഇല്ല. അപ്പോൾ സൃഷ്ടിത്വത്തിൽ ഒരു ഏകമായി വന്നതാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അത് അനിർവചനീയമാണ് മുഹമ്മദിയത്ത്. അനിർവചനീയ മുഹമ്മദിയത്തും അനിർവചനീയമാണ്. എന്തുകൊണ്ട്? അനിർവചനീയമാണ് മുഹമ്മദിയത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർസലനാക ഇല്ല റഹ്മ. ഈ റഹ്മത്തിനെ മുബഹമ, ഞെക്കിറയ, പറയാൻ പറ്റില്ല എന്താണ് ആ റഹ്മത്ത്. എവിടെയൊക്കെ അതിന്റെ ഒരു ഹദ്ദിനെ സൃഷ്ടിക്ക് കണ്ടെത്താൻ കഴിയില്ല. സ്രഷ്ടാവിന്റെ അടുത്തിൽ ഈ റഹ്മത്തിന് ഹദ് ഉണ്ടെങ്കിലും സൃഷ്ടിക്ക് ഹദ് ഉണ്ടാവില്ല. ഒരു ടോർച്ചിനെ അടിച്ചാൽ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ലൈറ്റിന്റെ അവസാനത്തെ കണ്ടെത്താൻ കഴിയില്ല. ഇതിനപ്പുറത്തൊരാൾക്ക് പറയാൻ കഴിഞ്ഞേക്കും. ഒരു ടോർച്ചിൽ ഒരു ലൈറ്റ് അടിച്ചാൽ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് അത് എവിടെ പോയി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും പൂർണ്ണാവില്ല. ഈ റഹ്മത്തിന്റെ പരിധിയിലുള്ള ഒരാൾക്ക് ഈ റഹ്മത്തിന് ഹദ് പറയാൻ കഴിയില്ല, അതിർത്തി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റഹ്മത്തിന് ഹദ് പറയാൻ കഴിയുന്ന ഹദ്ദില്ലേ? ഉണ്ട്. അതാര്? അത് ഈ റഹ്മത്തിന്റെ പുറത്തുള്ളവരാൾക്ക് അല്ലാഹു മാത്രം. വേറെ ആർക്കും ഒമാ അർസൽനാക ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ. എല്ലാവരും അങ്ങയുടെ റഹ്മത്തിന്റെ ഉള്ളിലാണ്.
അങ്ങനെ റഹ്മത്തിന് പുറത്താരുമില്ല. അപ്പോൾ മുഹമ്മദിയത്തിന്റെ റഹ്മത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മുഹമ്മദിയത്തിന്റെ ഹദ് പറയാൻ കഴിയില്ല. ഹദ് അതിർത്തി. ليس أحزك منك أصل قط يا جد الحسين فعليك الله صلى. അങ്ങേക്കാൾ ശുദ്ധമായി ഒന്നുമില്ല. ലൈസ അസ്ക മിൻക അസ്ല, അങ്ങേക്കാൾ ശുദ്ധമായി ഒന്നുമില്ല. ഒന്ന് ഏറ്റവും ശുദ്ധ. അതിന്റെ ശുദ്ധി കണ്ടെത്താനും പൂർത്തിയാക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ ശുദ്ധി അത്ര ഇല്ല. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ കഴിയാം? ഞങ്ങൾ അശുദ്ധാണ്, അങ്ങ് ശുദ്ധാണ്. ഞങ്ങൾ അങ്ങേലേക്ക് ചേർത്താൽ അശുദ്ധൻ തന്നെയാണ്. അങ്ങേക്കാൾ ശുദ്ധമായി ഒന്നുമില്ല. ലൈസ അസ്ക മിൻക അസ്ലൻ ഖത്തു യാ ജദ്ദൽ ഹുസൈൻ, അങ്ങേക്കാൾ ഒരാൾക്കും ഒന്നിനും കഴിയില്ല. അതുകൊണ്ടാണ് യുസക്കിഹിം ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി യുസക്കിഹിം. ശുദ്ധീകരിക്കണേ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇവിടെ ദാഫിഉൽ ബലാഇന് അർത്ഥം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലായ സുബ്ഹാനിൽ നിന്ന് ഈ ലോകത്തിന് കിട്ടിയ അനിർവചനീയമായ ഏകകമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂർ മുഹമ്മദ് അതൊരു വേറിട്ടതാണ്, വേറിട്ട ഊട്ട. തസ്നിം പുഴയിൽ നിന്നാണ് വെള്ളമെടുത്തത്. അപ്പോൾ ആദമീയത്തിന്റെ ഊട്ടല്ല. ആദമീയത്തിന് ജബഹത്തിലാണ് നൂറ് വെച്ചു കൊടുത്തത്, നെറ്റിത്തടത്തിലാണ് ഇറങ്ങിപ്പോന്നപ്പോൾ ഈ നൂറിനെ വെച്ചു കൊടുത്തത്. എന്തുകൊണ്ട്? അതിനെ സമ്പൂർണമായി ഉള്ളിൽ ഉൾക്കൊള്ളാൻ ആദമീയത്തിനും കഴിയില്ല. നായിൽ ഇടങ്ങായി കൊള്ളൂല. കുന്തു നൂറം ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബല അൻ യഖ്ലുഖ ആദം ബൈന ഖലഖ അല്ലാഹു തആല ആദം അൽഖാ ദാലിക നൂറ ഫീ തുനതിഹി ഫഅഹബതനി അല്ലാഹു ഫീ സുബ്ബിർ. ചില കിതാബുകളിൽ വ്യക്തമായി തന്നെ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിയത്തിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിനെ വെച്ചു കൊടുത്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജബഹത്തിൽ നെറ്റിത്തടത്തിൽ. എന്തുകൊണ്ട്? അതിനെ കൊള്ളാവുന്ന ഒന്നുമില്ല. അത് സാധാരണ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, തസ്നീമാണ്. സിനാമ എന്നാൽ ഏതൊന്നിന്റെയും അവസാനമായി എന്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് അതിന്റെ സിനാമ. പുറത്താണ്. അപ്പൊ ഒന്നിനും കൊള്ളൂല. അതൊരു വേറിട്ട സൃഷ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറിട്ട സൃഷ്ടിയാണ്. എന്തിനാ ഈ സൃഷ്ടിയെ അയച്ചത്? റഹ്മത്തായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്താണ് ദഫഉൽ ബലാഗ്. അങ്ങനെ അല്ലാഹു തആല ആരെയും അയച്ചിട്ടും ഇല്ല. ദഫഉൽ ബലാ ആവുക എന്നത് അതിന്റെ ഫിഅലാണ്, അതിന്റെ കർമ്മ. അതല്ല, അതിനെ നിർവചിക്കാൻ കഴിയില്ല. ചില സാധനങ്ങളെ ഉണ്ടല്ലോ, ചില സാധനങ്ങളെ നമ്മൾ അതുകൊണ്ടുള്ള ഉപകാരം കൊണ്ട് വായിക്കപ്പെടും. അതിനെ അതായി വായിക്കാൻ കഴിയില്ല. അതിനെ അതായി വായിക്കാൻ കഴിയില്ല. ഉപകാരത്തിൽ നിന്ന് വായിക്കപ്പെടും. പലതും അങ്ങനെയാണ്. ഇരുമ്പിനെ നമ്മൾ ഇരുമ്പായിട്ടല്ല വായിക്കണത്, കത്തിയായി വായിക്കും, മെഷീനായി വായിക്കും, സൂചിയായി വായിക്കും. പറയാവുന്ന വ്യാഖ്യാനമല്ല, ഇനി പറയാവുന്ന ഒന്നില്ല, സൃഷ്ടിയില്ല. മുഹമ്മദിയത്തിനെ ഉപകാരം കൊണ്ട് വായിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ നമുക്കറിയില്ല. പക്ഷെ ഈ ഉപകാരത്തിന് അപ്പുറത്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് കണ്ടെത്തുന്നവനാണ് സുന്നി എന്ന് പറയുക. ഉപകാരം കൊണ്ട് മാത്രം വായിക്കുന്നവന് അപ്പറ്റവും സംഭവിക്കും. അരിയുടെ ഉപകാരമാണ് ചോറ്, അരിയുടെ ഉപകാരമാണ് ഇഡ്ഡലി, അരിയുടെ ഉപകാരമാണ് പുട്ട്. ഈ ഉപകാരത്തിലൂടെ അരിയെ വായിച്ചെടുത്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അരിയെ ഉപകാരത്തിലൂടെ വായിച്ചെടുത്താലുള്ള പ്രശ്നം, വയറ് നിറഞ്ഞ നേരത്ത് അരിയെ അവൻ തിരസ്കരിക്കും. അവന്റെ ഉപകാരത്തിനപ്പുറം ഒരു പ്രാധാന്യം അരിക്കും കാണൂല്ല. സത്യത്തിൽ ഉപകാരത്തിലൂടെ മാത്രമേ വായിക്കാനും പറ്റുള്ളൂ. അരിയെ നമ്മൾ എങ്ങനെ വായിച്ചാലും നമ്മളിലേക്ക് വിട്ടുകിടക്കുന്ന ഒരു ഉപകാരമായിട്ടാണ് നമ്മൾ നിർവചിക്കുന്നത്. എല്ലാ ഭൗതിക വസ്തുക്കളും അങ്ങനെയാണ്. അതിനപ്പുറത്ത് അതിനൊന്നുമില്ല. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅൻ. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങളെ ഉപകാരത്തിനാണ്. അപ്പോൾ ഇരുമ്പ് ഉപകാരത്തിലൂടെ ഉള്ള ലോഹ, ഉപകാരത്തിലൂടെ വായിക്കും. ഉപകാരത്തിനപ്പുറം നമ്മളും അതിനും തമ്മിൽ ബന്ധവും ഇല്ല. ഉപകാരത്തിനപ്പുറം ഒരു ഹഖീഖത്ത് അതിനുള്ളത് നമുക്കൊട്ട് അറിയുകയില്ല. ഇല്ല. ഭൂമി നമ്മൾ കുഴിച്ചെടുത്ത ഇരുമ്പ് ഭൂമിക്ക് മുകളിൽ ഉപകാരം ചെയ്യും. കുഴിച്ചെടുക്കാത്ത ഇരുമ്പോ ഭൂമിയുടെ ശക്തി നിലനിർത്തും. ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ്, ഈ വസ്തുക്കളെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനം നിലനിൽക്കുക. അതേ സമയത്ത് മുഹമ്മദിയത്ത് അങ്ങനെയല്ല. മുഹമ്മദിയത്ത് സൃഷ്ടികളൊന്നുമില്ല, വേറെ ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കമാലിയത്താണ്. ഈ ലോകത്ത് ഒരാളുണ്ടായില്ല. മുഹമ്മദ് എന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കമാലിയത്താണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കമാലിയത്താണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കമാലിയത്താണ്. ഈ ലോകത്ത് ആരും ഉണ്ടായില്ല.
എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഏറ്റവും ഉന്നതനായ സൃഷ്ടിയെ പടച്ച സൃഷ്ടാവാണ് അല്ലാഹു. ഈ ലോകത്തൊന്നും ഉണ്ടായില്ല. കൻസൻ മഖ്ഫിയൻ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായി. ഫഅഹ്ബബ്തു അൻ ഉറഫ, എന്നെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അങ്ങനെ ഞാൻ സൃഷ്ടിയെ പടച്ചു. ഒരാൾ മതി. ഒന്ന്. രണ്ട്, ഈ സൃഷ്ടിയെ പടച്ചപ്പോൾ അവൻ അറിയപ്പെട്ടതുപോലെ വേറൊരു സൃഷ്ടിയെ പടച്ചപ്പോഴും അവൻ അറിയപ്പെട്ടിട്ടില്ല. കാരണം ഏറ്റവും അറിയപ്പെട്ടത് ഈ സൃഷ്ടിയിലൂടെയാണ്, ഏറ്റവും അറിഞ്ഞതും ഈ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഈ സൃഷ്ടി അഹമ്മദായത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തല കൊടുത്ത് ചിന്തിക്കണം. എന്താ പറഞ്ഞു? ഇത് ഖുദ്സിയ ഹദീസ, അല്ലാഹു പറഞ്ഞതാണ്. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ, പിന്നെ എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അപ്പോൾ ഞാൻ സൃഷ്ടിയെ പഠിച്ചു. ആ ഖൽഖും അപ്പറഞ്ഞ ഖൽഖ് മുഹമ്മദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അറിയിക്കാൻ പഠിച്ചതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളമത്ത് അറിയിക്കപ്പെടാൻ വേണ്ടി പഠിച്ചതാണ് ബാക്കിയുള്ളതൊക്കെ. എന്നിട്ട് അല്ലാഹു തആല അതിൽ നിന്ന് ഖലായിഖിലേക്ക് റഹ്മത്തിനെ തഅദിയത്ത് ചെയ്തു, വിട്ടുകിടത്തി. ഒരു കത്തിയുടെ മഹത്വം അറിയണമെങ്കിൽ ഒരു സാധനമെങ്കിലും ഇനി മുറിക്കാൻ കിട്ടണം. ഈ ലോകത്ത് മുറിക്കപ്പെടാവുന്ന ഒരു സാധനവും ഉണ്ടായിട്ടില്ലെങ്കിൽ കത്തിയും വായന്റെ കയ്യും തമ്മിലും ഒരു വ്യത്യാസമില്ല. കയറും കത്തിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കയറ് കത്തി ഒരു വ്യത്യാസമില്ല. കയറ് ഒരു സൃഷ്ടി, കത്തിക്ക് കത്തിയുടെ മഹത്വം ബോധ്യപ്പെടണമെങ്കിൽ, കത്തിയെ പറ്റി മനസ്സിലാകണമെങ്കിൽ മുറിക്കാനുള്ള ഒരു സാധനമെങ്കിലും ലോകത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അപ്പോൾ ഞാൻ മുഹമ്മദിനെ പഠിച്ചു. അർത്ഥം വെച്ച ആളുകളുണ്ട്. തസൂഫിനെ ഇമാമിങ്ങൾ തന്നെ വലിയ ആളുകൾ അങ്ങനെ അർത്ഥം വെച്ചിട്ടുണ്ട്. തസൂഫൊക്കെ നിഷേധിക്കുന്നവർ, തസൂഫ് അംഗീകരിക്കാത്തവർ ഇതൊന്നും അംഗീകരിക്കില്ല. ഇവിടെ പിന്നെ അവരെ മനുഷ്യരായി നമ്മളും അംഗീകരിക്കില്ല. ആ മുഹമ്മദിയത്തിന് അറിയപ്പെടാൻ വേണ്ടി പഠിച്ചത് അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റഹ്മത്തായി ഒരാളെ പഠിച്ചു. അത് മുഹമ്മദ്. എന്നിട്ട് ആ റഹ്മത്തിന്റെ അള്ളാഹു അവനെ അറിയപ്പെടാൻ വേണ്ടി പഠിച്ചതാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വ്യാഖ്യാനം. അതിന് മാത്രമൊന്നല്ല, അതാണ് ഒരു വ്യാഖ്യാനം. ഇനി ആ മുഹമ്മദീയത്തിന്റെ മഹത്വം, അതിന്റെ അളമത്ത്, ആ അളമത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഹൽക്കിനെ പഠിച്ചത്. ആ ഹൽക്ക് മുഹമ്മദിലേക്ക് ചേർത്ത് നോക്കിയാൽ ഹൽക്കല്ല. 5000 പോലീസുകാരെ നടുവിൽ DGP വന്നാലും പറയൽ DGP മാത്രം. എന്നാൽ DGP ഔദ്യോഗിക വേഷം ധരിച്ച് ഒരിക്കലും ഒറ്റക്ക് പോകില്ല. DGP ആണെങ്കിൽ ആളുണ്ടാവും, പോലീസ് ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവില്ല. പക്ഷേ DGP വന്നു എന്നാ പറയാ, 5000 പോലീസുകാരെ പറയില്ല. എന്തുകൊണ്ട്? DGPയിലേക്ക് ചേർത്താൽ ഒരൊന്നും പോലീസ് തന്നെ അല്ല. ഇവരെ പോലീസിയത്തും മറ്റേ പോലീസിയത്തും ഒരുപോലെയും അല്ല. മുഹമ്മദ് ഖൽഖായാലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഖൽഖായാലും ഒരുപോലെയല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ ചിന്തിക്കണം. ഞാനിത് ഏകത്വത്തിന്റെ ഏകകം ആണ് മുഹമ്മദ്. അതുപോലെ ഒന്ന് വേറെ ഇല്ല. ഉണ്ടായാലോ കമാലിയത്ത് ഉണ്ടാവില്ല ഒന്നിനും. ഇത് അക്മൽതു ലക്കും എന്ന് പറഞ്ഞു, കമാലിയത്തിനെ കൊടുത്തു. കമാലിയത്താണെങ്കിൽ ഒരു ലേശം, 2 പെൺകുട്ടികൾ ഒരുപോലെ ഉണ്ടായി, അതിലൊരു പെൺകുട്ടിക്കെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒന്ന് ലേശം ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒരു ലേശം വ്യത്യാസം ഉണ്ടാവും, ഒരു ലേശം. അല്ലെങ്കിൽ രണ്ടാളും കാണാൻ ഒരു പോലെയാ, പക്ഷെ പഠിക്കാൻ ഭയങ്കര ഉഷാറാണ് ഒരുത്തി, പാട്ടുപാടാൻ ഭയങ്കര ഉഷാറാണ് ഒരുത്തി. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ വേറൊരു സൃഷ്ടി ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കമാലാവൂല, അങ്ങനെ ഉണ്ടായാൽ ഇത് മുഹമ്മദും ആവൂല. എന്തുകൊണ്ട്? പ്രശംസിക്കപ്പെടേണ്ട ആൾ എന്ന് പ്രശംസിക്കപ്പെടേണ്ടവൻ വിധി എഴുതണമെങ്കിൽ ഇത് പ്രശംസയുടെ ഈയുടെ ഫനാന്റെ ആ ഒരു ലോകത്ത് മൈതാനത്ത് ഒരേ ഒരാളാകണം. അതാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ വേറെ ഇല്ല, ഉണ്ടാവില്ല. അതിനേക്കാൾ വലിയ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളായിരിക്കും മുഹമ്മദ്. അതുപോലെ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളും മുഹമ്മദാവും. അങ്ങനെ ഒരാൾ മുഹമ്മദായി അറിവില്ല. പിന്നെ അതിന്റെ താഴെയുള്ള അവരൊക്കെ ഹാമിദാണ്. അപ്പോൾ ആ ആൾ മുഹമ്മദാണ്. ഇനി ഒരാൾ ഉണ്ടായില്ലെങ്കിലോ? ഇനി ഈ ലോകത്ത് ഒരാൾ ഉണ്ടായില്ലെങ്കിൽ മുഹമ്മദ് മാത്രമായാലോ? പിന്നെ മുഹമ്മദ് ആവോ? ആവും. എന്തുകൊണ്ട്? ഖാലിഖ് ഹാമിദാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ. ഈ ലോകത്ത് ഒരു സൃഷ്ടി അല്ലാഹു പഠിച്ചില്ല. ആരെ മാത്രം?
മുഹമ്മദ് മുസ്തഫയെ മാത്രം പഠിച്ചാലും ഈ ആൾ മുഹമ്മദ് ആയിരിക്കും. എന്തുകൊണ്ട്? അള്ളാഹു ഹമീദാണ്. മുഹമ്മദ് ആകാത്ത ഒരു അസലോ അബദലോ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു ഹമീദാണ്. അള്ളാഹു സ്തുതിക്ക മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഒരാളെയും ഇതുപോലെ സ്തുതിച്ചിട്ടുമില്ല. നമ്മളെ അള്ളാഹു തന്നെ സ്തുതിക്കൂലേ? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അള്ളാഹു സ്തുതിക്കൂലേ? സ്തുതിക്കും. അതെന്താ? അത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നുകൊണ്ടാ. മുല്ലപ്പൂമ്പൊടി കിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്നാ പറഞ്ഞു. നമ്മൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നുകൊണ്ടാ. അതാണ് മുഹമ്മദ്. ആ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗരഭ്യമാർന്ന ആ മനോഹരമായ അതിന്റെ ആ പുഷ്പം വീണ് കിടക്കുന്ന പാറ മാത്രമാണ് നമ്മൾ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. അപ്പോൾ കല്ലിനെ അള്ളാഹു സ്തുതിച്ചേക്കാം. ഉലൈക അലൈഹിം സ്വലവാത്തു. കല്ലിന് കല്ല് എന്ന നിലക്ക് കിട്ടിയതല്ല, മുല്ലപ്പൊടി ഏറ്റപ്പോൾ കിട്ടിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബസാറത്ത് തരണം. അപ്പൊ ഇത് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് അതിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ ഉണ്ടാക്കി. മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി അള്ളാഹു നമ്മളെ ഉണ്ടാക്കി. നമ്മുടെ ഷെയ്നന്നെ എന്താ? നമ്മുടെ ഷെയ്നന്നെ എന്താ? ഇൽത്തിസാഖുഹു വൽതിഹാഖുഹു. ഒരു സൃഷ്ടിയുടെ ഷെയ്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഇൽതിഹാഖുഹു മുഹമ്മദിൻ, മുഹമ്മദ് എന്ന ആളിലേക്ക് ചേരുക. ലിഅന്നഹു ഖുലിഖ ലഹു വമുഹമ്മദുൻ ഖുലിഖ ലില്ലാഹ് വഅൻത ഖുലിഖ ലിമുഹമ്മദ്. മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി പടക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് കിട്ടിയതൊക്കെ അത് വഴിയാ. നമ്മളത് പോകുന്നതും അത് വഴിയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരത്തിലൂടെ വായിക്കരുത്, ഉപകാരത്തിലൂടെ വായിക്കരുത്. മുഹമ്മദ് എന്നൊരാൾ നമ്മൾ ആരും ഇല്ലെങ്കിലും, ഈ ലോകത്ത് ഒരാളും ഇല്ല, ഈ ലോകത്തും ഒരാളും ഇല്ലെങ്കിലും മുഹമ്മദ് മുസ്തഫ മുഹമ്മദ റബ്ബിഹി മുഹമ്മദുൻ അല്ലാഹു ഹമിദഹു ഫസാറ മുഹമ്മദ ഇദാ ലം യകുൻ അലാ വജ്ഹിൽ അർളി ഖൽഖുൻ ഫമുഹമ്മദുൻ മുഹമ്മദ് لأن ربه سبحانه وتعالى حمده فصار محمدا. ഈ ലോകത്ത് ഒരാളുണ്ടായിട്ടില്ലെങ്കിലും മുഹമ്മദ് എന്നാൽ മുഹമ്മദ് തന്നെ അള്ളാഹു സ്തുതിച്ചു. മുഹമ്മദ് ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോ ഉണ്ടാവൂല. എന്നോട് നമ്മളുടെ ഉജൂദ് അള്ളാഹുന്റെ റഹ്മത്തല്ലേ? റഹ്മത്ത് അള്ളാഹു കട്ടയൊക്കെ വെച്ചല്ലേ ഇയാളെ. അരി ഉണ്ടായിട്ടില്ലെങ്കിൽ പുട്ടുണ്ടാവോ? പുട്ട് എന്നൊരു ഉപകാര, അരി എന്നൊരു ഉപകാരത്തിലൂടെ വായിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നാളെ വെക്കാനുള്ള അരി ഇല്ലെങ്കിൽ അരി അപ്പോരി ആരും തിന്നൂല. ജനങ്ങൾ തിന്നത് പുട്ട, അല്ലെങ്കിൽ ചോറ, അല്ലെങ്കിൽ ഇട്ടരി. എന്നാൽ അരിക്ക് വേണ്ടിയ പ്രശ്നം ഉണ്ടാക്കണം. അരി ഇല്ലെങ്കിൽ ചോറില്ല, മുഹമ്മദ് ഇല്ലെങ്കിൽ നമ്മളില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അതിലൂടെ വന്ന റഹ്മത്ത നമുക്ക്. അത് റഹ്മത്തിന്റെ കട്ടയാണ്. മുഹമ്മദ് ഇല്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റഹ്മത്ത ആരുടെ? ആ റഹ്മത്തിനൊരു കട്ടയ മുഹമ്മദ് മുസ്തഫ. എന്നാൽ നമ്മൾ ആരില്ലെങ്കിലും മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അള്ളാഹു തആലക്ക് മുഹമ്മദ് മുസ്തഫനെ പടക്കൽ വാജിബൊന്നുമില്ല, ഞങ്ങൾ തെറ്റായി മനസ്സിലാക്കിയത്. പക്ഷെ അവൻ പടച്ച പൂർണ്ണത മുഹമ്മദ് മുസ്തഫയാണ്. അതിലൂടെയാണ് എല്ലാം ഉണ്ടായത്. ആകാശം റഹ്മത്താണെങ്കിൽ അതിൽ മുഹമ്മദിയത്ത് ബന്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. ആത്മാവിനെ ശുദ്ധീകരിക്കാൻ മുഹമ്മദിനെ കഴിയും. ഉറപ്പ്, സംശയിക്കണം. ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഈ ആൾക്കേ കഴിയും. ഒരിക്കലും കഴിയില്ല, വേറൊന്നിനും കഴിക്കും. അതുകൊണ്ട് തന്നെ ഉള്ള പ്രശ്നം എന്താണെങ്കിൽ ദാഫിഉൽ ബലാ ജസദിലേക്ക് ചേർത്താൽ മുഹമ്മദ് ഫളാണെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിലേക്ക് ചേർത്താൽ അത് ശുദ്ധീകരണത്തിന്റെ റാത്താണ്. വാജിബ് എന്നും പറഞ്ഞാൽ പറ്റില്ല. വാജിബിന് പിഴവെടുത്താൽ പരിഹാരം ഉണ്ടാവും. ഹജ്ജും ഉണ്ട്, ഹജ്ജിലുള്ളതും ഉണ്ട്. അറഫയിൽ നിൽക്കൽ ഹജ്ജിലുള്ളതല്ല. ഇഫാദത്ത് തവാഫ് ഹജ്ജിലുള്ളതല്ല, ഹജ്ജ്. സഅയ് ചെയ്യൽ ഹജ്ജിലുള്ളതല്ല, ഹജ്ജാണ്. എന്നാൽ മിനായിൽ കല്ലെറിയൽ ഹജ്ജിലുള്ളതാണ്. മുസ്ദലിഫിൽ നിന്ന് കല്ലൂർക്കൽ ഹജ്ജിലുള്ളതാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കൽ ഹജ്ജിലുള്ളതാണ്. മിനായിൽ രാപ്പാർക്കൽ ഹജ്ജിലുള്ളതാണ്. ഹജ്ജിലുള്ളത് ഇല്ലാതെയായാൽ പരിഹാരം ഉണ്ടാവും. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. അതിന് പരിഹാരം ഉണ്ടാവും. പരിഹാരം ഉണ്ടല്ലോ. ഫിദ്യ കൊടുത്താൽ മതി. അറഫ നഷ്ടപ്പെട്ടാലോ ഒരു ഫിദ്യയില്ല, ഹജ്ജല്ല. അതുകൊണ്ട് ഫിദ്യ കൊടുത്താൽ പരിഹരിക്കുന്നതിന് ഉജൂബ് എന്ന് പറയും, മറ്റേ ഹജ്ജ് എന്ന് പറയും. അത് റുക്കിനാണ്. പക്ഷെ നിർബന്ധം എന്ന നിലക്കല്ല അതിനെ പരിഗണിക്കുക. അതില്ലെങ്കിൽ ഇല്ല.
മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഉജൂബുമല്ല, അതേ ഉള്ളൂ, ശുദ്ധീകരിക്കാൻ അതേ ഉള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോട് ബന്ധപ്പെട്ടവരൊക്കെ ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ ദാഫിഉൽ ബലാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിലാവലാണ്. ഇവന്റെ തടിമ ഞാൻ അത്ര തിരിച്ചു. ഇതിന്റെ പേരെന്താ? ഇവന്റെ പേര് റിയാസിന്റെ പേരെന്താ? മുഅത്തർ. അത്ര പൂശപ്പെട്ടവൻ. ഇവനൊരിക്കലും ആരാവൂല, അത്തറാവൂല, ഇതൊരിക്കലും മുഅത്തറാവൂല. ഇവനോടുള്ള ബന്ധമാണ് ഇവനിലെ അത്തറിലെത്തിയത്. ഈ ബന്ധം നഷ്ടപ്പെട്ടുപോയാലോ ഇവന് വാസന ഉണ്ടാവില്ല. ഇതിനോ വാസന ഇല്ലാത്ത നേരം ഉണ്ടാവില്ല. വാസന ഇല്ലെങ്കിലോ ഇത് അത്തറാവൂല. വലിയ സുഗന്ധം ഉണ്ടാവും ഇവനിൽ അത്തറ് തേച്ചാൽ. പിന്നെയും തേച്ചാൽ പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നുകൂടി തേക്കണം, 3/4 മണിക്കൂർ പിന്നീട് തേക്കണം, അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് തേക്കണം, തേച്ചുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? ഇത് ഇവനിലേക്ക് ആര്യമായി വന്നതാണ്. ഏത് സമയത്തും വന്നതൊക്കെ പോവും. ഇതോ ഇത് സ്വന്താണ്. അത്ര ആണെങ്കിൽ ഇനി ഒന്നും ചെയ്യണ്ട. ലായസാലു അത്രൻ അത്രായിക്കൊണ്ടേയിരിക്കും. എപ്പോഴും സ്വന്താണ്. മുഹമ്മദ് മുസ്തഫ എന്ന ഒരാൾക്ക് ഇനി ഒരാളോട് ബന്ധപ്പെടാനില്ല, കാര്യക്കായ റബ്ബിനോടല്ലാതെ. നമ്മക്കോ ബന്ധം പുതുക്കിനനുസരിച്ച് ആ റഹ്മത്തും അത്രയും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതെത്ര മാറിയോ അത്രയും, ഓരോ മിനിറ്റും അത്ര വെച്ചാൽ അത്രയും സുഖം ഉണ്ടാവും. മുഹമ്മദിനോട് ബന്ധമില്ലാത്തവൻ അള്ളാഹുവിലേക്ക് ഒട്ടൂല, ശുദ്ധീകരിക്കപ്പെടൂല. ശുദ്ധീകരിക്കാൻ വേണ്ടി ഏകകത്തിൽ നിന്ന് കിട്ടിയ ഏകകമാണ് മുഹമ്മദ്. അതെപ്പോൾ ബന്ധപ്പെട്ടോ ശുദ്ധി കൂടും, അതെപ്പോൾ അകന്നുപോയോ ശുദ്ധി കുറയും. ആരെ പോവും? മുസക്കയായ റൂഹ് പിന്നെ മുസ്വദ്ദാവും, കറുത്തിരുണ്ടോ. അതിനെല്ലാം ക്ലീനിങ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കറുത്തിരുള്ളൂ. ഖാലിഖിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാനുള്ള നമ്മുടെ ബലാ, റൂഹിന്റെ ബലാ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഹിൽ കറുപ്പടിക്കണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിച്ചു. അത് കറുപ്പാണ്. അത് ഭീകരമായ കറുപ്പാണ്. അത് പല നിരക്കുമുള്ള കറുപ്പാണ്. വെളുപ്പെപ്പോഴും ഒന്നാണ്, പ്രകാശം എപ്പോഴും ഒന്നാണ്, ശോഭയാർന്ന പ്രകാശം എപ്പോഴും ഒന്നാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. പ്രകാശം ഒന്നാണ്. അൻവാറല്ല, നൂറ. ഒരു പ്രകാശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കിതാബ് മുബീൻ, ഒരു മുബീനായ കിതാബ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രകാശം കിട്ടിയിട്ടുണ്ട്. അത് മുഹമ്മദ്. അള്ളാഹു നൂറാണ്. അവനിൽ നിന്നൊരു നൂറ് വന്നിട്ടുണ്ട്. അള്ളാഹു നൂറ. ആ നൂറായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു നൂറിനെ തന്നിട്ടുണ്ട്. അതാരാ? മുഹമ്മദ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നൂറിനോട് ബന്ധപ്പെട്ടാൽ നിങ്ങളിൽ നൂറുണ്ടാകും. എന്തുകൊണ്ട്? വെളിച്ചത്തിന് നാടാകെ നടക്കേണ്ട ബാധ്യതയല്ല, വെളിച്ചത്തിനോട് നിൽക്കണം. മറ്റുള്ളവരുടെ ബാധ്യതയാണ് എന്ത്? വെളിച്ചമുള്ളടത്തേക്ക് ഇറങ്ങി കൊടുക്കുക. സൂര്യനെ നമ്മളെ പരിയെ കൂടി വരേണ്ട ബാധ്യതയല്ല. സൂര്യനൊരു റൂട്ടുണ്ട്. വർഷം മുസ്തഖറില്ല. ആ റൂട്ട് തെറ്റിട്ട് നമ്മുടെയൊക്കെ പരിയെ കൂടി വരേണ്ട ബാധ്യത സൂര്യനില്ല. സൂര്യന്റെ റൂട്ട് തന്നെ പോകും. നമ്മൾ ഇറങ്ങിക്കണം. നമ്മളെല്ലാവരും അടുത്തേ കൂടി വരേണ്ട ബാധ്യത റഹ്മത്തുൽ ആലമീനില്ല. അതിന് റൂട്ടുണ്ട്. ആ റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി. അത് ഖിയാമത്ത് നാൾ വരെ അവിടെ സഞ്ചരിക്കും. മുനീറായിട്ട് എനിക്ക് 100 കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. സിറാജ് മുനീറിന് നമ്മുടെ പെരിയെ കൂടി വരേണ്ട ബാധ്യതയല്ല. സിറാജ് മുനീറിന് ഒരു റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആര്? കൂടെ അങ്ങനെ സഞ്ചരിച്ചാൽ മതി. വിളിച്ചെണ്ണവരോ വിളിച്ചവിടെ ഇറങ്ങിക്കും. അപ്പൊ അവൾക്ക് വിളിച്ചു കിട്ടും. ആ സ്വഹാബിക്ക് അന്വിച്ചു. എന്റെ സ്വഹാബികൾ 1.25 ലക്ഷം. അന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ. എന്നിട്ട് വെളിച്ചത്തേക്ക് ഇറങ്ങുന്നവര് 1.25 ലക്ഷം. എന്റെ ഹതഭാഗ്യം. എന്താ അവര് ഹതഭാഗ്യരാൻ കാരണം? അവർക്ക് അവരുടേതായ ദുനിയാവരെ ബാധിച്ചു. ദുനിയാവ് ബാധിച്ചു പോയി. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളെ കൂട്ടത്തിൽ സദാസമയം ദാക്കിറായ ഒരാളുണ്ടാവും. നമ്മൾ ദാക്കിറുമല്ല. നമ്മൾ 2 കൂട്ടരും മരിച്ചു. അള്ളാന്റെ കോടതിയിലെത്തിയാൽ മുമ്പ് ആരി കൂട്ടുന്ന സമ്മാനം കണ്ടിട്ട് നമ്മൾ ബേജാറാവും. ബേജാറായിട്ട് കാര്യമല്ല. എന്തുണ്ടായില്ല? നമ്മൾ അവനെ കിട്ടിയ ഇൽമിന്റെ പരിസരത്തേക്ക് ഇറങ്ങുന്നില്ല. നമ്മൾ ചെയ്തില്ല. ആ ഇൽമിന്റെ പരിസരത്തേക്ക് ഇറങ്ങിക്കണം. നമ്മൾ ദുനിയാവിന്റെ പരിസരത്തേക്ക് ഇറങ്ങുന്നത്. ഓനിക്കരെല്ലാം മണിയായിരുന്നു. നമുക്ക് ചന്തയിൽ പോയി മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്ന കൊടുക്കണം, വിൽക്കണം, പൈസ ഉണ്ടാക്കണം. വേറെ പണി.
അപ്പോൾ നമുക്ക് പൈസ ഉണ്ടായി. പൈസ ഇവിടെ വലിച്ചെന്ന് പോയി. അവനോ അവൻ്റെ ഓൻ കൊണ്ടുപോയി. മൂന്ന് കാര്യമല്ലാത്ത മുഴുവനും ഇട്ടേച്ച് പോകേണ്ടി വരും. ഒന്ന് അമലാണ്, അവൻ ചെയ്തിട്ടുള്ള സ്വാലിഹായ അമലാണ്, അത് അവന് കൂടെ കൊണ്ടുപോകാം. മയ്യത്തിനെ പലരും പിന്തുടരും, മയ്യത്തിന്റെ മാര് പിന്തുടരും, മയ്യത്തിനെ മയ്യത്തിനെ പിന്തുടരും. എന്ത്? അമലുഹു വമാലുഹു വഅഹ്ലുഹു ഫയർജിഉ ഇത്നാനി വയബ്ഖാ ഇൻദഹു വാഹിദ്. രണ്ടാൾ തിരിച്ചു പോരും, ഒരാൾ അയാളെ കൂടെ തന്നെ ഉണ്ടാവും. മയ്യത്ത് സലാസുൻ, മൂന്ന് കാര്യം മയ്യത്തിനെ തുടർന്നു കൊണ്ടേ പോവും. അവന്റെ കൂടെ ഒന്ന് ശേഷിക്കും. രണ്ടെണ്ണം തിരിച്ചു പോരും. അവന്റെ സമ്പത്തും കുടുംബവും തിരിച്ചു പോരും. അവന്റെ അമല് മാത്രം അവന്റെ കൂടെ ബാക്കിയാവും. അപ്പൊ നമ്മൾ രാവും പകൽ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി. ഇത് ഖബറിനടുത്ത് തിരിച്ചു പോകും. എന്ത് ബാക്കിയാവും? അമല് പറ്റും നല്ലോണ്ടായിരുന്നു. ഓന്റെ പരിസരത്തേക്ക് ഇറങ്ങിയിരുന്നു. കണ്ട ആലിമീങ്ങളൊക്കെ ചോദിച്ചു, ആക്കബ് തണ്ണാക്കാനും ഖബറിൽ സന്തോഷമായി കിടക്കാനും മുമ്പ് ഈ പറഞ്ഞേരി അപ്പോൾ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു, സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെയല്ലേ അതവന്റെ ഖബർ വിളിച്ചായി. നമ്മൾക്ക് നൂറ് ലഭിക്കാത്തത് എന്തുകൊണ്ട്? ഹബീബ് മുനീറാകാത്തത് കൊണ്ടല്ല, നമ്മൾ നമ്മുടെ ദുൽമത്തിൽ നിന്ന് ആ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ്. പുറത്തിറങ്ങിയാൽ നമ്മുടെ രീതി അനുസരിച്ച് പുറത്തിറങ്ങാണ് വേണ്ടത്. പക്ഷേ ആ വിളിച്ച നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ആ വിളിച്ച നമുക്ക് കിട്ടിയില്ല. ഇവിടെ അള്ളാഹു സാധനം വെച്ച് തന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ അള്ളാഹു തല വസ്ത്രത്തെ പഠിച്ചിട്ടുണ്ട്, പരുത്തിയെ പഠിച്ചു, വസ്ത്രം പഠിച്ചു, പലതും പഠിച്ചു. നീ റോഡ് നമുക്ക് തുണി കൊടുക്കാതെ നടക്കുകയാണ്. അതിന് റബ്ബ് ഉത്തരവാദിയല്ല, സൃഷ്ടി ഉത്തരവാദിയല്ല, ആരും ഉത്തരവാദിയല്ല. 100 രൂപ ഉണ്ടെങ്കിൽ തുണിയും കുപ്പായം കിട്ടുന്ന പീടിയുണ്ട്. ഞാൻ പീടിയുടെ മുന്നിൽ ആ പൈസ ഇല്ലെങ്കിൽ മറ്റേ എനിക്കൊരു തുണിയും കുപ്പായം വാങ്ങിത്തരും പറഞ്ഞാൽ അവരും വാങ്ങിത്തരും. പക്ഷേ ഇവനെന്ത് ചെയ്യണം? ഇവനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അല്ലാത്ത തുണിയില്ലാതെ നടന്നു, നാട്ടിൽ ഉത്തരവാദിയല്ല, പടച്ച റബ്ബ് ഉത്തരവാദിയല്ല. നമുക്കും പ്രകാശം കിട്ടിയില്ലെങ്കിൽ അള്ളാഹു ഉത്തരവാദിയല്ല, മുഹമ്മദ് മുസ്തഫ ഉത്തരവാദിയല്ല. ആരാ ഉത്തരവാദി? നമ്മൾ തന്നെ. എന്താ കാരണം? എന്താ? കാരണം എന്താ? ദുനിയാവ് ചതിച്ചു. ദുനിയാവ് നമ്മളെ ചതിച്ചു. ലോകത്ത് മതധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ച ഒരു വൻകരയുണ്ടെങ്കിൽ അത് ഒന്നാമത്തത് പ്രധാനമായും ഏഷ്യ രാജ്യങ്ങളാണ്. ഏഷ്യൻ വൻകരയിലുള്ള ഏഷ്യ എന്ന വൻകരയിലെ രാജ്യങ്ങളാണ് ഏത് കാലത്തും ധർമ്മങ്ങളനുസരിച്ച് ജീവിച്ചത്. യൂറോപ്പിന്റെ ശൈലി വേറെ. ഇതിനകത്ത് യൂറോപ്പിൽ നല്ലൊരില്ലേനോ ഉണ്ടോ അങ്ങനെയൊക്കെ വിഡ്ഢികളെ ചോദ്യമാണ് ഇതൊക്കെ. അതേസമയത്ത് ഇനി പൗരസ്ത്യ രാജ്യങ്ങളെ മുഴുവനും ഇനി യൂറോപ്പ് ബാധിക്കും. അവർ യൂറോപ്പിനെ കുടിക്കാൻ പോവാണ്. ഈ അടുത്ത കാലത്ത് അത് അധികരിക്കും. യൂറോപ്പിനെ കുടിക്കും, അത് ഇനി അധികരിക്കും. എന്തുകൊണ്ട്? കിതനാ ബടാ ചോർ ബി ഏക് ചോട്ടി നിശാനി ചോട്ട്കെ ജായേഗ. നിശാനി വെക്കാതെ കള്ളന് മടങ്ങിപ്പോകാൻ കഴിയില്ല. എത്ര വലിയ ചാൾസ് ഷോബ്രാജാണെങ്കിലും ഏക് ചോട്ടി നിശാനി ചോട്ട്കെ ജായേഗ. ചെറിയ അടയാളം. നിങ്ങൾ എന്ത് കോടികൾ കൊണ്ട് മയിച്ചാലും യൂറോപ്പ് ലിബറലിസത്തെ ഏഷ്യയിലിട്ടല്ല തിരിച്ചുമില്ല. ഇത് സംബന്ധമായ ചർച്ചയിൽ കഴിഞ്ഞ വർഷം പ്രഗത്ഭനായ ഇപ്പോൾ ഈ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രഗത്ഭനായ ഒരു മന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾ ഹോമോസെക്ഷാലിറ്റിയെ എതിർക്കുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, നടക്കുന്നതിന് മുമ്പ്. അപ്പോൾ അയാളുടെ മറുപടി, അത് പരസ്യമായി ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കൂ, അല്ലാത്ത ഞങ്ങൾക്ക് എതിർപ്പില്ല. അയാൾ ജർമ്മനിയിൽ പ്രസംഗിച്ചതാണ്. ജർമ്മനിയിൽ ചെന്നപ്പോൾ മന്ത്രി ചെന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഹോമോസെക്ഷാലിറ്റിക്ക് എതിരാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സ്വർഗ ലൈംഗിക ബന്ധങ്ങൾക്കും സ്വർഗ പ്രണയങ്ങൾക്കും ഒക്കെ എതിരാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിന്റെ പരസ്യത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, പരസ്യമായി ചെയ്യുന്നത് ഞങ്ങൾ എതിർക്കും. അതാണ് പറഞ്ഞത്, എനിക്ക് ചോട്ടി നിശാനി ചോട്ട്കെ ജായേഗ. അത് മതിയാവും. തീ അടുപ്പിലിട്ട് ഉറങ്ങാൻ പാടില്ല മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? കത്തിക്കൊണ്ടേക്ക് നേരം മുഖേന പോരാത്തു. തീയെ ഒരുത്തര വന്നാൽ മതി, ഒരു പൊരി വന്നാൽ മതി. ഒരു കലനൊരു പൊരി. അടുത്ത വീട്ടില് ചപ്പും ചവറും കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ ഒരു പൊരിയാണ് ഈ വൈക്കോപ്പൊരിയൊക്കെ വന്നത്. അത്ര മതി, അത് കത്തി. മനുഷ്യന്റെ പുതു മനസ്സിപ്പോ അങ്ങനെയാണ്. മനുഷ്യന്റെ പുതു മനസ്സിന്റെ കാലഘട്ടമാണ്. ഒരു പുതു മനസ്സ് അങ്ങനെയാണ്. എന്തിന്റെ? മനുഷ്യന്റെ പൊതു മനസ്സ് ഇപ്പോൾ ദൈവനിഷേധാണ്.
പടച്ചോനോട് മനുഷ്യന് ദേഷ്യം ഒരു കാല. എന്തുകൊണ്ട്? ഭൗതികതയോട് മനുഷ്യന് ദേഷ്യമില്ല, ഭയങ്കര ഇഷ്ടം. പടച്ചോനോട് ഭയങ്കര ദേഷ്യം. എന്തുകൊണ്ട്? പടച്ചവൻ നിയന്ത്രണങ്ങൾ വെക്കുന്നു, ഭൗതികത നിയന്ത്രണങ്ങൾ ഇല്ല. മനുഷ്യന് വിഭവങ്ങൾ അധികരിച്ചപ്പോൾ മനുഷ്യന് ആവശ്യം ഉണ്ടായില്ല? ദൈവത്തെ ആവശ്യം ഉണ്ടായില്ല. വിഭവങ്ങൾ നിറഞ്ഞുപോയി. വിഭവങ്ങൾ നിറയാൻ പാടില്ല. വിഭവങ്ങൾ നിറയാനൊരു കാരണമുണ്ട്. അത് ഞാൻ സസ്പെൻസ് ഒക്കെ എപ്പോൾ പറയില്ല. അത് ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത്. ഈ കാണുന്നൊക്കെ നന്മേനാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പൊ മൂല്യന്മാര് വയറിൽ പറയാണ്, അല്ലോ നമുക്ക് അനുഗ്രഹങ്ങൾ ചിത്രയാ ചെയ്തിട്ടുണ്ട്. അനുഗ്രഹം അല്ലടോ, ഇത് ശിക്ഷയാണ്. ഇതൊന്നും അനുഗ്രഹമല്ല. എപ്പൊ പറയാൻ പറ്റൂല. കണ്ടതൊക്കെ എങ്ങനെയോ അനുഗ്രഹമാണ്. കഴുത്തിരിട്ട കയറ്, ആരാച്ചാർ കഴുത്തിരിട്ട കയറ് അനുഗ്രഹമാണോ? ഇവിടെ ചോറിയുണ്ടേ, അയാൾ ഇവിടെ അങ്ങനെ മുറുക്കണില്ല, ആ ചോറിയാണ് പോയി. അപ്പോ എന്ത് തോന്നി? അൽഹംദുലില്ലാ, ചോറി മാറിയല്ലേ. ബസ്സും കാറും ലോറിയും ഇതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നുന്നത് ആരാച്ചാരുടെ കഴുത്തിലെ കയറിലെ കൊണ്ട് തൂക്കിക്കൊല്ലപ്പെടുന്നവന്റെ കഴുത്തിലുള്ള ചോറി മാറിയതുപോലെയാണ്. ഒന്നും അനുഗ്രഹം ഒക്കെ ശിക്ഷകളാണ്. ശിക്ഷകളെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട്? അക്കലില്ല. അക്കലിന് എന്ത് പറ്റി? അക്കൽ ദിശ മാറി. അക്കലിന്റെ ദിശ മാറി. അക്കലിന് ദിശ മാറിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചപ്പോൾ, ഫുട്ബോളിനെതിരെ പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ കമന്റ് ചെയ്തു, അല്ല മൊഴിയാരെ നിങ്ങൾ മൊബൈൽ യൂറോപ്പിൽ നിന്ന് വന്നതല്ലേ? അല്ലട്ടോ, ഇത് മൂർഖമ്പാന്ന് അറിഞ്ഞോളാം ഞാൻ ഉപയോഗിക്കണം. ഇത് മൂർഖമ്പാമ്പല്ല, ഇത് രാജവെമ്പാലയാണ്. ഇത് രാജവെമ്പാലയാണ് എന്നറിഞ്ഞോടെ ഉപയോഗിക്കുന്നത്. അല്ല, വീട്ടിന്റെ മുറ്റത്തുള്ളതിന് എനിക്ക് 2 അറിവ്. ഒന്ന്, മയ്യീരട്ടിൽ ഇത് കണ്ടപ്പോ ചൂടിക്കയറാന്ന് വിചാരിച്ചു. സാധനം എന്തായിരുന്നു? രാജവെമ്പാല. അപ്പൊ ശ്രദ്ധിക്കൂല, ചൂടിക്കയറാൻ ശ്രദ്ധിക്കൂല, ജയിലിൽ ഇറങ്ങി നടക്കും. കൊല്ലാൻ എനിക്ക് കഴിയൂലെങ്കിലും വാതിലടക്കെങ്കിലും കുട്ടികളോട് പറയും, മക്കളെ ശ്രദ്ധിക്കണേ, പുറത്തേക്കിറങ്ങണ്ടേ, അവിടെ പാമ്പുണ്ട്, അത്രേ ഉള്ളൂ. ഈ പാമ്പിനെ കൊല്ലാൻ കഴിയില്ല. കൊല്ലാൻ കഴിയും, ചിപ്പ കഴിയില്ല, കൊല്ലും. ഈ പാമ്പ് ചാവും, അത് വിധിച്ചോളി. ഈ പാമ്പിയും ഈ ഭൂമിയിലുള്ള മുഴുവൻ ബസ്സും വാഹനവും മുഴുവൻ കയറിട്ട് വലിക്കും മനുഷ്യൻ. ഖിയാമത്ത് നാളാണ് മുമ്പിൽ. ഈ ഭൂമിയിലുള്ള മുഴുവൻ വിമാനം ഒരു സെക്കൻഡിൽ ഉതിർന്നു വീഴും. ഖിയാമത്ത് നാളാണ് മുമ്പിൽ. പിന്നെ കുറെ കൊല്ലം ഖിയാമത്ത് നാളുണ്ടാവും. ഈ ഭൂമിയിലുള്ള മുഴുവൻ വിമാനം ഒരു സെക്കൻഡ് ഉതിർന്നു വീഴും. ഈ ഭൂമിയിലുള്ള മുഴുവൻ കാറും ബസ്സും റോട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി കയറിട്ട് വലിക്കും. ഖിയാമത്ത് നാളല്ല, പിന്നെ കുറെ കൊല്ലം ഖിയാമത്ത് നാളുണ്ടാവും. അങ്ങനത്തെ ദിവസം വരാൻ പോകും. എല്ലാ ടെക്നോളജിയും കൊടുക്കും. 780 കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ ഭൂമിയിൽ. അവരുടെ ഒരു മോട്ടോർ വർക്ക് ചെയ്യൂല. എല്ലാവരും കിണറ്റിന് വെള്ളം മുക്കും. എല്ലാ 50 നില കെട്ടിടത്തിന്റെ മുകളിലുള്ള ആളുകളും ഇറങ്ങിയിട്ട് പായും ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളത്തിന്. നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലേക്ക് കൂടും. നഗരങ്ങളിൽ വെള്ളമില്ല, ഗ്രാമങ്ങളിൽ വെള്ളമുള്ളൂ. ഒരു പ്രശ്നം മാത്രമൊന്നുമല്ല, ഈ ഭൂമിയിലെ കോടാനക്കോടി വാഹനങ്ങളെയും കയറിട്ട് മനുഷ്യന്മാർ വലിക്കും. അങ്ങനത്തെ ഒരു സ്വരമുണ്ട്. എന്തുകൊണ്ട്? പൊടുന്ന ശിക്ഷ ഇൻഷാ അല്ലാഹ് അത് വന്നേ തീരും, വന്നിരിക്കും. അന്ന് ഖിയാമത്തൊന്നുമല്ല, ഖിയാമത്ത് പിന്നെ കുറെ കാലം അടുത്ത് വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അന്ന് റാമത്തുള്ള ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവൂല. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറയും, ആ മനുഷ്യൻ പിലാന്താണ്, ഞങ്ങളൊക്കെ വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ പഠിച്ചോനെ. നാളെ നേതി നടക്കും, നടക്കും, അത് നടക്കും, അത് നടക്കും. ഇതൊന്നും അനുഗ്രഹം. എന്നാൽ ശിക്ഷയാണ്. ആ ശിക്ഷയെ ഒരാൾ മനസ്സിലാക്കും. വിഷം വിട്ട പൂള പെരിച്ചായ്ക്ക് കൊടുത്താൽ പള്ള നിറയല്ലേ? വിഷം ചേർത്തിട്ട് പെരിച്ചായ്ക്ക് വെച്ചു കൊടുത്താൽ ഈ പെരിച്ചായി അത് തിന്നുന്ന നേരത്ത് പെരിച്ചായ്ക്ക് പറയാനോ അല്ലെന്തോ വല്ലാത്തൊരു ഭക്ഷണമാണ് കിട്ട്. പിറ്റേ നേരം പൊളിച്ചത്തിന് ഈ ചേർത്ത് ഇതാണ്. അതൊന്നും അള്ളാഹുവിന്റെ അനുഗ്രഹമല്ല, അവൻ ശിക്ഷയാണ്. അതൊക്കെ മുഹമ്മദിയത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യന്റെ നിറവുകളാണ്. മനുഷ്യൻ ഒരിക്കലും നിറയാൻ പാടില്ല. കഞ്ഞി വെച്ച് മഴക്ക് വേണ്ടി കഞ്ഞച്ച് കൊടുത്തിട്ട് ദ്വാരപ്പിക്കാന്ന് വിചാരിച്ചു ഒരു സംഘ ആളുകൾ മുതലാളിന്റെ പരി കയറി ചെന്നപ്പോൾ ലേശം അരി തരി നിങ്ങൾ കഞ്ഞച്ച് ആളുകൾക്ക് കൊടുത്ത് സാധുക്കളെ കൊണ്ട് ദ്വാരപ്പിക്കാന്ന് 40 കൊല്ലം മുമ്പ് ഞാൻ അറിയുന്ന നാട്ടിലുണ്ടായ സംഭവം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയുന്ന നാട്ടിൽ നാട്ടിലൊന്നും മഴയില്ല. അപ്പൊ പഴയ കാലത്ത് സാധുക്കൾക്ക് തേങ്ങ ചേർന്നിട്ടിട്ട് എന്ത് ചെയ്യും? കഞ്ഞച്ച് കൊടുത്ത് ദ്വാരപ്പിക്കും. അപ്പൊ മഴ പെയ്യും. അങ്ങനെയൊക്കെ മഴ പെയ്തും ഞാൻ കണ്ടതാ. ആ മഴയിൽ ഞാൻ അനുഭവിച്ചതാ. അങ്ങനെ അവിടുത്തെ വലിയ മുതലാളിന്റെ പരി കയറി ചെന്ന് നിങ്ങളെ ശരി എന്തേ
ഞങ്ങള് മയക്ക് വേണ്ടി കഞ്ഞിച്ച് വരക്കാം. അപ്പൊ പറഞ്ഞേ മഴ എന്തിനാ പെയ്യണ്? മഴ ഇതല്ലേ ഇപ്പൊ നമുക്ക് കൃഷി ഇറക്കണം നേരം കഴിയുമ്പോ, കിണറ്റിലൊന്നും വെള്ളമില്ല. അപ്പൊ അയാൾ പറഞ്ഞ് 4 കൊല്ലം മുമ്പ് എന്റെ കിണറ്റിലും കുറച്ച് വെള്ളം കുറഞ്ഞിന്, ഞാൻ ആ പാറ പൊട്ടിക്കലാരെ കൊണ്ട് പാറ പൊട്ടിച്ച് ഇപ്പൊ 4 പാമ്പിരിയെങ്കിലും എന്റെ കിണറ്റിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 കൊല്ലത്തിനെങ്കിലും കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ തിന്നാനുള്ള സാധനം എന്റെ വെള്ളത്തിലുണ്ട്. നിങ്ങളെ പേര് നിങ്ങൾക്കൊക്കെ പട്ടിണിയായിട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ വെള്ളമില്ല, അരിയില്ല, ഞാനും കൂടി ഇപ്പൊ എന്റെ മുതല് തന്ന് എന്റെ ഇല്ലാതെ ആക്കണം. എന്തിനാ? നിങ്ങൾ വേറെ ആരെയും നോക്കിക്കോളൂ, എനിക്ക് അത്യാവശ്യമില്ല. എന്തുകൊണ്ടാ അത് പറഞ്ഞു? നിറഞ്ഞു, കണ്ണൊക്കെ നിറവാ. ഇത് എത്ര കുപ്പായുണ്ട് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നൂല. കൊയ്യാനുള്ള സമയമായിട്ടില്ലടാ, അരി കഴിഞ്ഞല്ലോ എന്ന് ഉമ്മ പറയുമ്പോൾ നമ്മൾ വേദനിച്ച് കരിയും. ഇന്നിപ്പോ അരി കഴിഞ്ഞല്ലോ എന്ന് വെച്ചാൽ നമ്മക്ക് ഒരു വിഷമമില്ല. എന്തുകൊണ്ട്? 10 മിനിറ്റ് കൊണ്ട് ചോറാവും. എപ്പോൾ മനുഷ്യൻ നിറഞ്ഞു അപ്പോൾ മനുഷ്യൻ നിരീശ്വരവാദിയാവും. എപ്പോൾ മനുഷ്യൻ കമ്മിണ്ടോ അപ്പോൾ അവന് ആരെ ഓർക്കും? അല്ലാ അല്ലാ അല്ലാ. റബ്ബ് എന്ന വാക്ക് പോലും പഴയ കാലത്ത് ആളുകൾ പറഞ്ഞ വാക്കാ. ഫയഖൂലു അല്ലാഹ് അല്ലാഹ് ഫയജിദൂന ഖൗമൻ യഖൂലൂന അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരു ജനത്തെ അവർ കണ്ടെത്തും. അപ്പോൾ ഫയുഖാലു ചോദിക്കപ്പെടും, മാദാ തഖൂലൂൻ, നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോൾ പറയും, വജദ്നാ അലൈഹാ ആബാഅനാ ഫനഹ്നു നഖൂലുഹാ, ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഇത് പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. നമ്മളിപ്പോ അങ്ങനെ തന്നെ പറയുന്നത്. നമ്മക്ക് ദിക്ർ അയൽക്ക കൂലിട്ടാനല്ലേ, അവര് ദിക്റല്ലേ കൂലിട്ടാനല്ല, ജീവിക്കാനാ. അവര് അല്ലാഹ് ഒരു 50 കൊല്ലം മുമ്പ് ഇവിടെ മനുഷ്യന്മാര് അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവരുടെ ലക്ഷ്യം? റബ്ബേ പടച്ചോനെ പള്ളി പോയിക്കുന്നുണ്ട്, കുട്ടികളെ കരച്ചിൽ കണ്ട് പോരൊക്കെ കയറി ചെല്ലാൻ വയ്യ, അങ്ങനെ പറഞ്ഞു പോയോരാ നമ്മളെ വാപ്പാര്. അവർക്ക് അല്ലാഹ് ആവശ്യ. എന്തുകൊണ്ട്? അവര് ഏത് വാക്കൊണ്ടാ ജീവിച്ചേ? അല്ലാഹ് നമുക്ക് ഈ അല്ലാഹ് നമ്മൾ ചെല്ലണമെങ്കിൽ അത് കഴിഞ്ഞൊരു കേസിൽ ബിരിയാണി കിട്ടണം. ഈ ഇരിക്കണ റഫീഖ്, ഞാൻ സ്വലാത്തിന്റെ പരിപാടി ഉണ്ടാക്കുമ്പോ പറയും ചോറിന് വേണ്ട റഫീഖ് റഫീഖ് പറയും ചോറില്ലെങ്കിൽ ആള് വരില്ല. ചോറ് കുറ്റല്ല, അവർക്ക് അതിന്റെ അപ്പുറം ഇവിടെ ചോറ് വേണം, പരലോകത്ത് കൂലി വേണം. ഇവർക്ക് പരലോകത്ത് കൂലി തരുന്ന ഒരു പഠിച്ചോനെ അറിയുള്ളൂ. ഈ ലോകത്ത് ഒരാളെ ആവശ്യമില്ലല്ലോ, ഇതൊക്കെ കിട്ടല്ലേ. അപ്പോൾ ആ ജനത അള്ളാഹ്ക്കെതിരാവും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമ്മളെ നശിപ്പിച്ചത് നമ്മുടെ നിറവുകളാണ്. റൂഹിന് വരുന്ന ബലാഇനെ തടയുന്ന ഒരാളേ ഉള്ളൂ, അവിടെ മുഹമ്മദ് ഫളലല്ല. ആ ബലാഇന്റെ ദഫഇന്റെ ദാത്ത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു. ഞാൻ ഈ പറഞ്ഞ അന്നത്തെ ക്ലാസ്സുകളൊന്ന് വൈഡായി ആലോചിച്ചാൽ വലിയ ആശയങ്ങൾക്ക് കിട്ടും. നമ്മൾക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾക്ക് അള്ളാഹു നമ്മളെ ഖൽബിന് പോയി. എന്നും അങ്ങനെ തന്നെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ.